റബ്ബിലുള്ള ഉറച്ച വിശ്വാസം, യാതൊരു തരത്തിലുമുള്ള ശിർക്ക് കലരാത്ത, പങ്കു ചേർക്കാത്ത, റിയാ ഇല്ലാത്ത, നിഫാഖ് ഇല്ലാത്ത വിശുദ്ധമായ ആ വിശ്വാസം, അത് അതിന്റെ ഒന്നാമത്തെ ഘടകമാകുമ്പോൾ രണ്ടാമതായി നമ്മൾ പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ വിശ്വാസം ശരിയാവണമെങ്കിൽ ആദ്യം റിസാലത്ത് എന്താണ്, ആ റിസാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആരാണ് റസൂല് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ഘോഷിച്ചതിൽ മാത്രമേ ആ വിശ്വാസം വിശുദ്ധമാവുകയുള്ളൂ, അത് സത്യസന്ധമാവുകയുള്ളൂ, യഥാർത്ഥ രൂപത്തിലാവുകയുള്ളൂ. അല്ലാതെ ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ഇവിടെ കാണാം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു,